തിരുവനന്തപുരം പൂവച്ചിൽ കുറകോണത്ത് പുലിയെ കണ്ടതായ സംശയം. രാവിലെ ജോലിക്കെത്തിയ നാട്ടുകാരനാണ് പുലിയെ കണ്ടതായി പറയുന്നത്. അഗസ്ത്യ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണിത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടൻ സ്ഥലത്തെത്തും. വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്ന് രാവിലെ തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്തുള്ള പൂവച്ചിൽ കുറകോണത്താണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടതായി സംശയം പറയുന്നത്. ഈ രാവിലെ തേങ്ങ വെട്ടാൻ ജോലിക്ക് വന്ന ഒരു ജോലിക്കാരനാണ് ഇത്തരത്തിൽ ഈ പുലിയെ കണ്ടതായി സംശയം പറയുന്നത്. ഇയാൾ ഈ അഗസ്ത്യവനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നേരത്തെയും പുലിയെ കണ്ടതായി സംശയം പറയുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഇത്തരമൊരു പുലിയെ കണ്ടതായി ഇയാൾ പറയുന്നത്. ഇതിനടുത്ത് കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരെയും ഇക്കാര്യം അറിയിച്ചു. തുടർന്ന് പഞ്ചായത്തിന് വിവരം അറിയിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ നിർദ്ദേശം വന്നു അവിടെ നിന്ന് ഈ ആളുകൾ മാറണമെന്ന്. അതനുസരിച്ച് വനംവകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് വനംവകുപ്പ് എത്തും. തുടർന്ന് പരിശോധന നടത്തും. ഈ പുലി തന്നെയാണോ എന്ന തരക്കാര്യത്തിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വനംവകുപ്പ് വന്നതിന് ശേഷമായിരിക്കും സ്ഥിരീകരിക്കുക. ക്രിസ്റ്റീന, ഹരി, മുൻപ് ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും പരാതികളോ ഒക്കെ ഉണ്ടായിരുന്ന മേഖലയാണോ അത്? കൃഷ്ണ, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പുലിയെ കണ്ടതായ സംശയമുണ്ട്. പക്ഷെ വനംവകുപ്പ് അത്തരത്തിലുള്ള ഒരു നടപടികളും എടുത്തിട്ടില്ല. അത്തരം സ്ഥിരീകരണമൊന്നും തന്നിട്ടില്ല. പക്ഷെ നാട്ടുകാർ സ്ഥിരമായി ആരോപിക്കുന്നുണ്ട്. അതായത് അഗസ്ത്യവനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ പുലിയുടെ സാന്നിധ്യം ഉള്ളൊരു പ്രദേശമാണ് എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അതനുസരിച്ച് വനംവകുപ്പ് നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് നേരത്തെയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുമുണ്ട്. പക്ഷെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആ തരത്തിലുള്ള ഒരു ആലോചനയും മറ്റു കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. പുലിയെ കണ്ടതായി സ്ഥിരീകരിക്കുന്നുമില്ല. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.